അടിമാലി ഫെസ്റ്റിൽ ജനശ്രദ്ധയാകർഷിച്ച് ഈർക്കിൽ ശില്പങ്ങൾ. ഈർക്കിൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്രാവ്, മുതല, കപ്പൽ, ദിനോസർ, സിംഹം, പരുന്ത് തുടങ്ങി വ്യത്യസ്തയിനം സൃഷ്ടികളാണ് കൊന്നത്തടി സ്വദേശിയായ രാജേഷ് അടിമാലി ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷമായി ഈർക്കിൽ ശില്പങ്ങൾ നിർമ്മിച്ചു വരുന്ന രാജേഷ് കൃഷിയിടത്തിലെ പണികൾക്കിടയിലെ ഒഴിവു സമയങ്ങളിലാണ് തന്റെ കരവിരുതിന് സമയം കണ്ടെത്തുന്നത്. അടിമാലിയിൽ പുരോഗമിക്കുന്ന ഫെസ്റ്റ് നഗരിയിലാണ് ഈർക്കിൽ കൊണ്ടുള്ള വിസ്മയ കരവിരുത് പ്രദർശനം തുടരുന്നത്. ഈർക്കിൽ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വിവിധ വലിപ്പത്തിലും വ്യത്യസ്തതയുമാർന്ന ശില്പങ്ങൾ കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കൊന്നത്തടി പഞ്ചായത്തിലെ കരിമല പാറയ്ക്കൽ രാജേഷ് നിർമ്മിച്ച ശില്പങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 20 വർഷത്തോളമായി ഈർക്കിൽ ഉപയോഗിച്ച് ശില്പങ്ങൾ നിർമ്മിച്ചു വരികയാണ് രാജേഷ്. 14 അടി നീളമുള്ള സ്രാവിന്റെ ഈർക്കിൽ ശില്പം കൂടാതെ 10 അടിയിലേറെ നീളമുള്ള മുതല, ദിനോസർ, കപ്പൽ, സിംഹം, പരുന്ത്, ആമ, തെങ്ങ് തുടങ്ങിയ സൃഷ്ടികളും ഈർക്കിൽ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട് രാജേഷ്. ഇവയൊക്കെയും ഫെസ്റ്റ് നഗരിയിൽ ഇതിനോടകം ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ഞാൻ കൊന്നത്തടി മുനിയറ സ്വദേശിയാണ്. 10-20 വർഷമായിട്ട് ഈർക്കിലിയിൽ ശില്പങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട്. അപ്പം അത് ഇപ്പം പുതിയതായിട്ട് അടിമാലിലെ ഫെസ്റ്റിനാണ് ഇപ്പം നിലവിൽ ഞാൻ പ്രദർശനം വെച്ചിരിക്കുന്നത്. ഈർക്കിൽ ശില്പങ്ങളിൽ പ്രധാനപ്പെട്ടത് മുതല, ദിനോസർ, സ്രാവ്, ഷാർക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഷാർക്കിനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരുപാട് അതുകൂടാതെ പരുന്ത്, ഒത്തിരി നിരവധി ശില്പങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായമാണ്. URFന്റെ വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈർക്കിലിൽ അധികം ആൾക്കാരങ്ങനെ നിർമ്മിക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്കാണ് കൂടുതൽ ഇത് വന്നിട്ടുണ്ട്, താല്പര്യം വന്നിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കൃഷിയിടത്തിലെ ജോലികൾക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളാണ് രാജേഷ് തന്റെ കരവിരുതിനായി ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഈർക്കിൽ ശില്പങ്ങൾ നിർമ്മിച്ച് ജനശ്രദ്ധ നേടുന്ന യുവ കർഷകനാണ് രാജേഷ്. തെങ്ങിൽ നിന്ന് കൃഷിയിടത്തിൽ നിന്നും വീണു ലഭിക്കുന്ന ഈർക്കിൽ തികയാത്ത സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ചൂൽ വാങ്ങിയാണ് ഇദ്ദേഹം ഈർക്കിൽ ക്ഷാമം പരിഹരിക്കുന്നത്. ഇതിനുവേണ്ടി വലിയ തുക മുടക്കേണ്ടി വരുന്നുണ്ടെങ്കിലും പിൻവാങ്ങാൻ രാജേഷ് ഒരുക്കമല്ല. തന്റെ ഈർക്കിൽ ശില്പങ്ങൾക്ക് അടിമാലി ഫെസ്റ്റ് നഗരിയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു. താൻ നിർമ്മിച്ചിരിക്കുന്ന സാമഗ്രികളുടെ ഒരു മ്യൂസിയം തുടങ്ങണമെന്ന ആഗ്രഹമാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത്. രാജേഷിന്റെ ഈർക്കിൽ ശില്പങ്ങൾക്ക് അവാർഡുകളും തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.